ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പകൽ വേളയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശാന കുടുംബമായി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവരെ കഴിഞ്ഞാളിലായിരുന്ന സ്ഥാനത്തൊക്കെ അവരെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ജോലി കാര്യങ്ങൾ കൂടെ ഇരിക്കുകയൊക്കെ ചെയ്തു. നാളുകളായി ആഗ്രഹിച്ചതാണ് സ്വന്തമായൊരു ഭവനം എന്നുള്ളത്. എല്ലാവരുടെയും സ്വപ്നമാണത്. സ്തോത്രം. കണ്ണുള്ളവർക്ക് കണ്ണിൻ്റെ വില അറിയില്ല, എന്നാൽ ഇല്ലാത്ത ഒരനുഭവം സ്തോത്രം ഉള്ളവർക്കേ അതിൻ്റെ വേദനയും ഭാരവും അറിയുള്ളൂ. എന്നാൽ ആഗ്രഹിച്ചതുപോലെ നനച്ചതിലുപരിയായി ശ്രേഷ്ഠമേറിയൊരു ഭവനം ഈ മനോഹരമായ ദേശത്ത് ദൈവം ഒരുക്കി കൊടുത്തു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവസ്ഥനിലായിരിക്കാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരംഭത്തിൽ പാസ്റ്റർ ബിനോയ് അവറുകൾ മുൻപോട്ട് വന്ന് സംസാരിക്കുന്നു. സന്തോഷമുള്ളവരെന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്. എന്നാൽ ഈ ഭവനം എങ്ങനെ പണിയപ്പെടണം എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സങ്കീർത്തന പുസ്തകം പഠിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്: യഹോവ ഭവനം പണിയാതെ ഇരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതെ ഇരുന്നാൽ കാവൽക്കാർ വൃഥ അധ്വാനിക്കുന്നു, അല്ലെങ്കിൽ ജാഗരിക്കുന്നു. അപ്പോൾ യഹോവയാലാണ് ഈ ഭവനം പണിയപ്പെടേണ്ടുന്നത് എന്ന് ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ വളരെ ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും ക്രമീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഭവനം ബിജുച്ചായനും കുടുംബത്തിനും യഹോവയാൽ ഒരുക്കപ്പെട്ടതാണ് എന്നുള്ളതിന് രണ്ട് തരമില്ല. ഇത് യഹോവയാൽ ഒരുക്കപ്പെട്ടത് തന്നെയാണ്. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനം 119:54 ഇങ്ങനെ വായിക്കുന്നു: ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനം ആകുന്നു. ഒന്ന്, വിശുദ്ധ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ 3 അതിലധികമായിട്ടോ ഭവനങ്ങളെ വേർതിരിച്ച് അല്ലെങ്കിൽ വീടുകളായിട്ട് ഉപമിച്ച് ചിത്രീകരിച്ചിരിക്കുന്നു. ഒന്നാമത്തെ വീടെന്ന് പറയുന്നത് അമ്മയുടെ ഗർഭപാത്രമാണ്. 9 മാസവും 9 ദിവസവും 9 നാഴികയും 9 വിനാഴികയും കഴിയുമ്പോൾ ഒരു കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് ജന്മമെടുക്കുകയാണ്. അത് ഒന്നാമത്തെ ഭവനം. ജനിച്ചു വീഴുന്ന മനുഷ്യൻ അവൻ ഈ ഭൂമിയിൽ ജീവിച്ച് അവൻ യുവത്വം പ്രാപിച്ചു കഴിഞ്ഞ് ജോലി ചെയ്ത് ദൈവം അവന് കൊടുത്തിരിക്കുന്ന സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ ഒരു ചെറുഭവനം പണിയപ്പെടുവാനിടയായിത്തീരും. ആ ഭവനം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അതിൽ താമസമായിരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ പരാമർശിച്ച് മൂന്നാമതൊരു ഭവനത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ച് വേഗത്തിൽ ഇരിക്കട്ടെ. കാരണവനായ ദൈവമേ, അവർ കൊടുത്ത വീടിന് നന്ദി. ഞങ്ങളിതാ ഈ കൂടിയിരിക്കുന്ന ദേവദാസന്മാർ ദൈവക്കൾ എല്ലാവരും കടന്നു വന്നത് ആ സന്തോഷത്തിൽ പങ്കുചേരാനാണ്. തിരുവചനം ഒരുപാട് കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, എൻ്റെ പിതാവ് തോട്ടക്കാരൻ. ആ തോട്ടക്കാരൻ്റെ കയ്യിൽ നിങ്ങളുടെ മക്കൾ ഇണങ്ങിയ ആയുധമായി ഈ ദേശത്ത് ഈ ഹല്ലലിയ ഹല്ലലിയ ഹല്ലലി ഗാർഡനിലായാലും അവർ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും കർത്താവിന് പ്രസാദമുള്ള അവസ്ഥയായിരിക്കണം. തിരുനാമത്തിനായി സകലം തീർക്കണം. പ്രാർത്ഥനയുടെ സ്തോത്രം യേശു ക്രിസ്തുനാമത്തിൽ തന്നെ. എല്ലാവരും കൈയുയർത്തി സ്തുതിച്ചാട്ടെ, ഒന്നുകൂടെ അനുഗ്രഹിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിന്റെ ഫൗണ്ടർ പ്രസിഡന്റ് ആയിരിക്കുന്ന പാസ്റ്റർ ബിനു വാഴമറ്റം അവറുകൾ ദൈവനെ ശുശ്രൂഷിക്കും. കർത്തൃദാസനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കും. ഏറ്റവും അനുഗ്രഹീതമായ നല്ല നിമിഷത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ ഒരു വാക്യം വായിച്ച് ആരംഭിക്കുകയാണ്. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം: ഏത് ഭവനവും ചമയ്ക്കാൻ ഒരാൾ വേണം, സർവവും ചമച്ചവൻ ദൈവം. ഏത് ഭവനവും ചമപ്പാൻ ഒരാൾ വേണം, സർവവും ചമയ്ക്കുന്നത് ദൈവം തന്നെ. ഈ ലോകത്തിൽ 4 വീടുകളുണ്ട്. ഒന്നാമത്തെ വീട് ഈ ശരീരമാകുന്ന വീട്. രണ്ടാമത്തെ വീട് ശരീരം പാർക്കുന്ന വീട്. മൂന്നാമത്തെ വീട് സഭയെന്ന വീട്. നാലാമത്തെ വീട് കൈപ്പണി അല്ലാത്ത നിത്യമായ വീട്. ഒരാമീൻ പറയാലോ അല്ലേ? സ്നേഹിതരെ, അറിയാവോ, ഒരു ദിവസം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും, മറ്റൊരു വീട്ടിലേക്ക് പോകും. നിങ്ങൾക്ക് അവിടെ ഒരു വീടുണ്ടോ? ഉണ്ടോ?
ഇതിനപ്പുറത്തൊരു വീടുണ്ട് എന്നതിനെ കുറിച്ചാ പറയുന്നേ. അവിടെ നിങ്ങൾക്കൊരു വാസസ്ഥലം ഉണ്ടോ? ഇവിടെ സുന്ദരമായൊരു വീടുണ്ട്, മനോഹരമായൊരു വീട്. എത്ര സുന്ദരമായിരിക്കുന്നു ആ വീട്! ഗ്രാനൈറ്റും മാർബിളും ടൈലും ഒക്കെ ഇട്ട് മനോഹരമാക്കിയ ഒരു വീട്. ഒരു ദിവസം വീഴ്ച ഈ വീട്ടിൽ നമ്മൾ ഇറങ്ങിപ്പോവും. ഇതിനപ്പുറത്തൊരു വീടുണ്ട്, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു മനോഹരമായ വീട്. പീതരത്നം, വൈഡൂര്യം, മാണിക്യം, മരതകം, ഗോമേതകം, ഇന്ദ്രനീലം, പുഷ്യരാഗം, സ്വച്ഛസ്ഫടിക മാണിക്യ, മരതുല്യമായ തങ്കയ മണവാട്ടിക്ക് വേണ്ടി അങ്കലാവണ്യം ചെയ്യപ്പെടുന്ന ഇമ്പങ്ങളുടെ പർദീസ എന്ന സ്വർഗീയമായ വീട്. കൂടാരത്തിൽ പാർത്തുകൊണ്ട് ഭക്തശിരോമണിയായ അബ്രഹാം കാത്തിരുന്നു. ഈ വീടിന് വേണ്ടിയല്ല, ഇതിനപ്പുറത്തൊരു വീടുണ്ട്, ആ വീടിന് വേണ്ടി കാത്തിരുന്നു. ഇന്ന് രാവിലെ നിങ്ങൾ എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു, മക്കളെ, ഇതിനപ്പുറത്തൊരു വീടുണ്ട്. വാത്സല്യ പ്രായമുള്ള മാതാപിതാക്കളെ, ആ വീട് നിങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ? ഓക്കെ, കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം ഇന്നലെ എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു, കൊച്ചി വീട് കൊടുക്കാനുണ്ട്. ഉണ്ട്, കൊടുക്കാൻ വീടുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ വീടല്ല, അല്ല, വീട് രജിസ്ട്രേഷൻ ചെയ്യണം, എൻ്റെ പേരിൽ കരമടച്ചു തീർക്കണം. സ്വർഗത്തിൽ വീടുണ്ടോ? സ്വർഗത്തിൽ വീടുള്ളവരൊന്ന് കൈപൊക്കി കാണിച്ചു. ഞങ്ങൾ കുറച്ച് പേരെ പൊക്കിയുള്ളൂ, ചില ഓളത്തിന് പൊക്കിയതാ. ഓളത്തിന് പൊക്കിയിട്ട് കാര്യമില്ല, അവിടെ വീടുണ്ടെങ്കിലേ പൊക്കാവൂ. അവിടെ പോകണം, ആ വീട്ടിൽ പോകണം, ആ വീട്ടിൽ പോകണം. ഒന്നാമത്തെ വീട് ഈ ശരീരമാകുന്ന വീട്. സംഗീത സാമ്രാട്ടായിരുന്ന ദാവീദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അമ്മയും അപ്പനും ഒക്കെ ഉപേക്ഷിച്ചു. ഒരു ദിവസം വീട്ടിലേക്ക് വിറയാർന്ന കൈകളുമായി ഒരു പ്രവാചകൻ നടന്നെടുത്തു. പട്ടണവാതിക്കലുള്ള മുഴുവൻ ആളുകളും എഴുന്നേറ്റ് നിന്നു. നിന്റെ വരവ് ശുഭമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ശുഭം തന്നെ. ഇശയുടെ വീട്ടിൽ ഒരു വിരുന്നുണ്ട്. മക്കൾ 7 പിടിച്ചു നിർത്തി ചോദിച്ചു, തൈലക്കൊമ്പ് വിറയ്ക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ തലയിലേക്ക് ഈ തൈലക്കൊമ്പൊഴിക്കും. 7 മക്കളെ കണ്ടിട്ടും അഭിഷേകം ചലിച്ചില്ല. ഒരു വാക്ക് പറയുക, ചോദിച്ചു, നിനക്ക് പിള്ളേര് വല്ലതും ഉണ്ടോ? 8ാമതൊരുത്തനുണ്ട്. ഒരു വാക്ക് പറയുക, ലോകം തള്ളുന്ന നിന്നെ ഉയർത്തുന്ന ദൈവമുണ്ട്. ഈ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ലോകം നിങ്ങളെ തള്ളിയിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ കുടുംബത്തെ ഉയർത്താൻ പോകുകയാ, നിന്റെ തലമുറയെ ഉയർത്താൻ പോകുകയാ. ഉലകം തള്ളുന്നവരെ പിടിച്ചുയർത്താൻ കരുത്തുള്ളൊരു മഹാദൈവമുണ്ട്. ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ പറയുക, ഉലകം തള്ളുന്നവനെ ഉയർത്തിപ്പിടിക്കാൻ ുള്ളൊരു ദൈവത്തിന്റെ ശക്തിയുണ്ട്. നമ്മുടെ തൊട്ടടുത്ത് പന്തളം ഷൈൻസ് ബാറിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് പ്രിയപ്പെട്ട ടൈറ്റ്സ് ബ്രദർ. ജോലി ചെയ്യുകയും അവിടെ കുടിക്കുകയും ചെയ്ത് അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ കറുത്തുപോയി. ഡോക്ടർമാർ 24 മണിക്കൂറിനകത്ത് മരിച്ചു പോകുമെന്ന് പറഞ്ഞയാളാണ്. ദൈവത്തിന്റെ കൃപയാൽ 9 വർഷമായിട്ട് ഇന്നും ആയുസ്സോടെ ദൈവം കരുതുകയാണ്. ഞാൻ ഒരു വാക്ക് പറയുക, ഇന്ന് രാവിലെയും യേശു ജീവിക്കുന്നു. തൊട്ടടുത്തിരിക്കുന്ന വിനോദ് പാസ്റ്റർ, അദ്ദേഹം നെറ്റിയിൽ പൊട്ടുമൊക്കെ ഇട്ട് RSSന്റെ കാര്യവാഹകമായി ജീവിച്ചിരുന്ന മനുഷ്യൻ. ദൈവത്തിന്റെ കൃപയാൽ ആത്മഹത്യക്ക് പോകുമ്പോൾ ആത്മഹത്യയെ തടഞ്ഞ് അതിന്റെ മുൻപിൽ യേശു ദൈവമായി തന്റെ മുമ്പിൽ വെളിപ്പെട്ടു. ഈ നിൽക്കുന്ന എല്ലാവർക്കും ഞങ്ങൾക്ക് സാക്ഷ്യം പറയാനുണ്ട്. ഒരു വാക്കൂടെ ഞാൻ പറയുക, ഇത്ര വലിയ രക്ഷ നിങ്ങൾ ഗണ്യമാക്കാതെ പോകരുത്. ചില ആളുകൾ വിചാരിക്കുന്നത് കല്ലറ കൊണ്ടെല്ലാം അവസാനിക്കുമെന്നാണ്. കല്ലറ കൊണ്ട് എല്ലാം അവസാനിക്കില്ല. ഭക്തശിരോമണിയായ ദാവീദ് പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കണ്ടേ? ദാവീദ് ഒരിക്കൽ പറഞ്ഞു, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും, യഹോവ എന്നെ ചേർത്തുകൊള്ളും. കാട്ടിൽ കിന്നരം വായിക്കുന്ന ആളുകൾ ആരുമില്ലാത്ത സ്ഥലത്ത് കിന്നരം വായിച്ച ദൈവത്തെ ഉയർത്തുന്ന ആ ഭക്തശിരോമണിയായ മനുഷ്യനെ രാജസ്ഥാനത്തേക്ക് ദൈവം ഉയർത്തി. ഒരു കാര്യം പറയുക, എന്നെ കേട്ട സങ്കടപ്പെടുന്ന നിങ്ങളോ നിങ്ങളുടെ മക്കളോ ഉണ്ടെങ്കിൽ ഈ രാവിലെ ഞാൻ ഒരു ദൂത് നിങ്ങളോട് പറയുകയാണ്. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉയർത്താൻ കരുത്തുള്ളൊരു ദൈവമുണ്ട്. നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ ശക്തിയുള്ളൊരു ദൈവമുണ്ട്. ഈ 2024 തുടങ്ങിയപ്പോൾ മുതൽ ഹൗസ് വാമിംഗ് ആണ്. മിനിങ്ങാന്ന് ഒരു ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു, ഇന്നൊരു ഹൗസ് വാമിംഗ് ഉണ്ട്, തിങ്കളാഴ്ച ഒരു ഹൗസ് വാമിംഗ് ഉണ്ട്. തിങ്കളാഴ്ചത്തെ ഹൗസ് വാമിംഗ് കഴിഞ്ഞ് കുമ്പനാട് എനിക്കൊരു കല്യാണമുണ്ട്. 13 വർഷങ്ങൾക്ക് മുൻപ് ആ പെൺകുട്ടി നമ്മുടെ ആരാധനയ്ക്ക് അമേരിക്കയിൽ നിന്ന് വന്നതാണ്. അന്ന് ഞാൻ ആ പെൺകുട്ടിയുടെ ദൂത് പറഞ്ഞു, നീ ഒരപകടത്തിൽ മരിച്ചു പോകേണ്ട ആളാണ്. തിരുവല്ല റോഡിലൂടെ പോകുമ്പോൾ അവരുടെ വണ്ടിയിൽ മറ്റൊരു വാഹനം വന്നിടിച്ചു. വണ്ടി വെട്ടിപ്പൊളിച്ചെടുക്കുമ്പോൾ എല്ലാവരും ആ ആളുകൾ മരിച്ചുപോയി എന്ന് പറഞ്ഞു. കൃപയാൽ ഒരു പോറല് പോലും കൂടാതെ അവരെ ദൈവം സൂക്ഷിച്ചു. ഞാൻ എന്നാ പെൺകുട്ടിയോട് പറഞ്ഞു, നീ
MBBS ഡോക്ടറാകും, അമേരിക്കയിൽ MBBS പഠിക്കും, നിനക്ക് നാട്ടിലൊരു വിവാഹം ഉണ്ടാകും. ദൈവത്തിൻ്റെ കൃപയാൽ ആ പെൺകുട്ടിയുടെ വിവാഹമാണ് തിങ്കളാഴ്ച രാവിലെ. എനിക്ക് ഹൗസ് വാമിങ് കഴിഞ്ഞ് ആ വിവാഹത്തിന് വേണ്ടി പോകേണ്ടതായിട്ടുണ്ട്. ഒരു വാക്ക് ഞാൻ പറയുക, ദൈവം നിന്നോട് ഒരു വാക്ക് പറഞ്ഞാൽ ദൈവം മാറില്ല. മനുഷ്യൻ മാറിയേക്കാം, ആളുകൾ മാറിയേക്കാം, മതം മാറിയേക്കാം, കൂടപ്പറപ്പുകൾ മാറിയേക്കാം, യേശു വാക്ക് മാറില്ല. യേശു വാക്ക് മാറില്ല. ഞങ്ങൾക്ക് ഇന്ന് രാവിലെ ഇവിടെ ഉയർത്താൻ ഒരു കാര്യം കൂടെ, എനിക്ക് ഏറ്റവും വലിയ സന്തോഷമാണ്, ഇവിടെ മദ്യമില്ല. ഇല്ല, ഞങ്ങൾ മദ്യം കുടിക്കത്തില്ല. ഞാൻ ഓർത്തഡോക്സ് പള്ളിയിൽ അച്ഛനാക്കാൻ എൻ്റെ അമ്മ എന്നെ നേർന്നതാ കേട്ടോ. എൻ്റെ അമ്മ ഇവിടെ ഇരിപ്പുണ്ട്, ഞങ്ങളുടെ നാട്ടുകാരൊക്കെ ഉണ്ട്. കൊച്ചുപ്രായത്തിൽ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, മോനെ കള്ള് കുടിക്കല്ല, ലഹരി ഉപയോഗിക്കല്ല, അച്ഛനാകേണ്ടതാണ്. അങ്ങനെ ത്രോണോസയിൽ എന്നെ അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു, നീ അച്ഛനാകും. അത് കഴിഞ്ഞ് കുറെ വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ ആ സെമിനാരി ചെന്ന് അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഞാൻ അച്ഛനായി. എന്നോട് ചോദിച്ചു, കുപ്പായം എന്തിയടാ? ഞാൻ പറഞ്ഞു, കുപ്പായം ഇല്ലാത്ത പിള്ളേരുടെ അച്ഛനാ ഞാൻ. അങ്ങനെ എനിക്ക് 3 പിള്ളേരെ ദൈവം തന്നു, 3 പിള്ളേരെ തന്നു. ദൈവം എന്നെ നടത്തി കേട്ടോ. ഒരു വാക്ക് നിങ്ങളോട് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുക, നിന്നെ ഉയർത്തുന്നൊരു ദൈവമുണ്ട്. ബിജ, ഒരു കാര്യം മറക്കല്ല, നിങ്ങളുടെ വീട്ടിൽ സന്ധ്യയ്ക്ക് പ്രാർത്ഥന വേണം. എല്ലാ ദിവസവും സംസാരിക്കണം. ഒരു കാര്യം കൂടെ, പണം ഒത്തിരി കൂടി. പണ്ട് ഇതുപോലെ അമ്പര ചുംബിയായ മഹാസൗധങ്ങൾ ഈ മണ്ണിലായിരുന്നു. ഹൈന്ദവനും ബൗദ്ധനും ജൈനനും പാർസിയും ഇസ്ലാം സഹോദരങ്ങളുമൊക്കെ അവനവന്റെ ദൈവത്തെ അതിരാവിലെയും രാത്രിയും വിളിക്കുമായിരുന്നു. ഋക്കാത്രിക ബ്രാഹ്മണം പറയുന്ന ആളുകൾ അങ്ങനെ, ഹരിനാമകീർത്തനം പാടുന്ന ആളുകൾ അങ്ങനെ, ഇസ്ലാം സുഹൃത്തുക്കൾ അങ്ങനെ, എല്ലാ ജാതി മതസ്ഥരും രാവിലെയും വൈകിട്ടുമൊക്കെ പ്രാർത്ഥനയുണ്ടായിരുന്നു. ഇന്ന് ആ സ്ഥാനം സീരിയൽ കവർന്നു. സന്ധ്യയാകുമ്പോൾ അമ്മച്ചി ഒരു തോർത്തുമൊക്കെ എടുത്തിട്ട് കരച്ചിലോട് കരച്ചിലാണ്. എന്ത് കണ്ടിട്ടാണ്? അമ്മായിയമ്മയും മരുമോളും കൂടെ സീരിയലിനകത്തുള്ള അടി കണ്ടിട്ട് ഭയങ്കര കരച്ചിലാണ്. ഒരമ്മച്ചി എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ കല്യാണം കഴിച്ച് വന്നപ്പോൾ എൻ്റെ വീട്ടിൽ എന്നാ പോരാട്ടമായിരുന്നെന്നറിയാമോ? എൻ്റെ അമ്മായിയമ്മ എന്നോട് ഭയങ്കര പോരാട്ടമായിരുന്നു. ഇനി എൻ്റെ മോനൊന്ന് കല്യാണം കഴിച്ചിട്ട് വേണം എനിക്ക് അവളോടൊന്ന് പോരാടാൻ. അതാണ് വല്ലാത്ത പോരാട്ടം. സീരിയൽ കണ്ട് പോരാട്ടമാണ്. ഇവിടുത്തെ അമ്മായിയമ്മയെ കണ്ടാൽ അമ്മച്ചിയുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, അമ്മച്ചി പോരാടത്തില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സന്തോഷം. ഇത് കല്യാണമല്ല. ഞാൻ കാര്യം അങ്ങോട്ട് പറഞ്ഞേനെ, സമയമില്ലാത്തോണ്ട. 4 കാര്യം പറയണം എന്നൊക്കെ വെച്ച് എഴുന്നേറ്റ് വന്ന ഞാൻ സമയമില്ലാത്തോണ്ട കാര്യങ്ങൾ പറയുന്നത്. കേട്ടോണം. ദൈവമുള്ള വീടിനെ കുറിച്ച് പറയുക. നിങ്ങളുടെ വീട്ടിൽ യേശു ഉണ്ടോ? യേശു നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ എഴുതി വെച്ചോന്നല്ല ചോദിച്ചേ, നിങ്ങളുടെ വീട്ടിൽ യേശു ഉണ്ടോ? ക്രിസ്തു ഈ വീടിന്റെ നായകനെന്ന് പുറത്തു ബോർഡുള്ളതല്ല, നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്താരിൽ യേശു ഉണ്ടോ? യേശുവിന്റെ സാന്നിധ്യം ഉണ്ടോ? യേശുവിന്റെ കൃപയുണ്ടോ? ഉണ്ടോ? യേശുവിന്റെ ശക്തി നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഒരു കാര്യം കേൾക്കണ്ടേ? ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ പ്രാർത്ഥിക്കാൻ കടന്നുപോയത് ഓർത്തഡോക്സ് പള്ളിയിലെ അറിയപ്പെടുന്ന ഒരു അച്ഛന്റെ വീട്ടിൽ. കേൾക്കണം നിങ്ങൾ. ആ പെൺകുട്ടി ഡ്രഗ്സിന്റെ കാര്യവാഹക, 19 വയസ്സേ ഉള്ളൂ. കഞ്ചാവ്, കാശിഷ്, ബ്രൗൺ ഷുഗർ എല്ലാ സാധനവും ഉപയോഗിക്കും. അച്ഛൻ്റെ കാലെ തൊട്ടിട്ട് പറഞ്ഞു, പാസ്റ്ററെ, എന്നാ വേണേ തരാം, വീടെഴുതി തരാം, ഇവളെ രക്ഷപ്പെടുത്തി തരണം. അപ്പനെ അടിക്കും, അമ്മയെ അടിക്കും, എല്ലാരെയും തല്ലും. എറണാകുളത്ത് സൈക്കോളജിസ്റ്റിനെ അടുത്ത് കൊണ്ടുപോയപ്പോൾ സൈക്കോളജിസ്റ്റ് എൻ്റെ നമ്പർ കൊടുത്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ പാസ്റ്ററുണ്ട്, പുള്ളി വീട്ടിലൊന്നും വരത്തില്ല, ചെന്ന് കാണണം, കുപ്പായമില്ലാതെ പാസ്റ്റർ പോയി കാണണം, പാസ്റ്റർ നിങ്ങളുടെ കാര്യം പറയും. നിങ്ങൾ കേൾക്കണം. ഞാൻ ആ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ആ പെൺകുട്ടി തലയടിച്ച് താഴോട്ട് വീണു. എഴുന്നേറ്റ് വരുമ്പോൾ അവൾ എന്നോട് പറഞ്ഞു, എനിക്ക് വേണ്ട, ലഹരി വേണ്ട, യേശുവിനെ മതി. എൻ്റെ കൂടെ 100ഓളം ചെറുപ്പക്കാരുണ്ട്, ലഹരി ഉപയോഗിക്കാത്ത ചെറുപ്പക്കാർ. ഒരു വാക്ക് ആത്മാർത്ഥമായിട്ട് പറയുക, ഞങ്ങൾ ആരും ലഹരി ഉപയോഗിക്കത്തില്ല. ക്രിസ്ത്യാനിക്ക് തൻ്റെ ഇടമുണ്ട് അങ്ങനെ പറയാൻ. വീഞ്ഞ് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ് യേശുവിന്റെ പാത പിൻപറ്റുന്ന ക്രിസ്ത്യാനിയെ അമ്പമ്പ പരാജയപ്പെട്ടു പോയി. നമ്മൾ പരാജയപ്പെട്ടു പോയി. എന്ത് പറ്റി? വളരെത്തെല്ലാം വെളിച്ചപ്പാടത്തായി കാലത്തിന്റെ യവനികൾ തിരോധാനം ചെയ്ത് മറയുന്നൊരു വല്ലാത്ത കാലഘട്ടം. ഈ കാലഘട്ടത്തിനകത്ത് പ്രാർത്ഥനയില്ലേ ആളുകൾക്ക്, ദൈവാശ്രയമില്ല. നമ്മുടെ പല കുഞ്ഞുങ്ങളും ഇന്ന് നിരീശ്വരവാദത്തില്ല. എന്നോടൊരു കൊച്ചു ചോദിച്ചു, അച്ഛൻ ശരിക്കും അച്ഛൻ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? അമ്മച്ചി ദൈവത്തെ കണ്ടിട്ടുണ്ടോ? പുറകിരുന്ന് കണ്ണാടി അച്ഛൻ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? മിണ്ടുന്നില്ല. എന്റെ വീഡിയോ എടുക്കുന്ന അച്ഛൻ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? മിണ്ടുന്നില്ല. ദൈവത്തെ കണ്ടിട്ടുണ്ടോ?
നാത്തും കണ്ടിട്ടുണ്ടോ ദൈവത്തെ? ആരും മിണ്ടുന്നില്ല. ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നോട് ചോദിച്ച അച്ഛൻ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു കണ്ടിട്ടില്ല. ഞാൻ ചോദിച്ചു നിനക്ക് കിഡ്നി ഉണ്ടോ? ഉണ്ട്. കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ല. കണ്ടിട്ടില്ലേലും ഉണ്ട്. ഉണ്ട്. ഈ ഉലകം ഇതുപോലെ ചമച്ച ദൈവമുണ്ട്. ഇന്ന് കാണുന്ന താരപഥങ്ങളെ ഇതുപോലെ നിർത്തിയ ദൈവമുണ്ട്. അക്ഷാംശ രേഖാംശ രേഖകളെ അതിൻ്റെ തനതായ നിലയിൽ നിർത്തിയ ദൈവമുണ്ട്. 23.5 ഡിഗ്രി സെന്റിഗ്രേഡിൽ ഈ ഉലകത്തെ ചമച്ച് ഇതുപോലെ ചരിച്ചു നിർത്തിയ ദൈവമുണ്ട്. ഈ ദൈവത്തിന് കരം ഉയർത്തിയ ഒരു സ്തോത്രം ചെയ്യാമോ? ഞങ്ങൾ ഒരുമിച്ച് ആരാധിക്കുന്നത്, ആശ്രയിക്കുന്നത്, ഉയർത്തുന്നത് ആ നാമത്തെയാണ്. കുഞ്ഞുപ്രായത്തിൽ ഈ പുസ്തകം തലമാറോട് ചേർത്തു പിടിക്കാൻ ദൈവം തന്ന അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എനിക്ക് ഒത്തിരി 3 വീടിനെ കുറിച്ചും പറയാനുണ്ട് കേട്ടോ. ഈ 3 വീടിനെ, 4 വീടിനെ കുറിച്ചും ദൈവം ഇളകാത്ത രാജ്യം നാം പ്രാപിക്കേണ്ടതായതുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഇത്ര ആവേശത്തോടെ പറയുന്നത് എന്നറിയോ? ഞങ്ങൾക്കിതിൻ്റെ മുകളിൽ ഇളകാത്തൊരു രാജ്യമുണ്ട്. ഈ ഭൂമിയിലുള്ള സകല സംവിധാനങ്ങളും ഇളകിപ്പോകുന്നതാണ്. ഇവിടെ നിൽക്കുന്ന സകല കാര്യങ്ങളും ഇളകിപ്പോകുന്നതാണ്. ഇളകാത്ത രാജ്യം നാം പ്രാപിക്കേണ്ടതാകുന്നു. ഇളകാത്ത രാജ്യം പ്രാപിക്കുമെന്ന് ഉറപ്പുള്ളവർ ഒരു മടിയുമില്ലാതെ കരമൊന്ന് ഉയർത്തി കരമൊന്നടിച്ച് ദൈവത്തിനൊരു ആമീൻ പറയാൻ തന്റെ ഇടമുള്ള എല്ലാവരും കരമൊന്നടിച്ച് യേശുവിനൊരു സ്തോത്രം പറഞ്ഞ് ഇളകാത്ത രാജ്യം നാം പ്രാപിക്കേണ്ടതാകുന്നു. ഈ ചിലരുടെ പ്രശ്നം ഞങ്ങൾക്ക് ഭയങ്കര ശബ്ദമാണ്. എന്നാ, എനിക്കാണ് ശരിക്കും ശബ്ദമില്ല. ഈ ചെക്കൻ എനിക്ക് നിങ്ങൾ ഇരിക്കുന്ന അഖിലെന്ന് പറഞ്ഞ ഒരു ചെറുക്കനുണ്ട് കേട്ടോ. 2 വർഷം മുമ്പ് അവിടുത്തെ RSS കൊണ്ട് തന്ന എനിക്ക്. അവന് ഉറങ്ങിയല്ലായിരുന്നു, കഞ്ചാവ് വലിച്ച് വട്ടായിപ്പോയി. ഉടുതുണി ഇല്ലാതെ വീട്ടിൽ കിടക്കും. അവൻ്റെ അമ്മ, പെറ്റമ്മ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ എവിടെ കൊണ്ടുപോയാലും സാരമില്ല, രക്ഷപ്പെടുത്തി തരണം, കഞ്ചാവ് വലിക്കരുത്, കൈ വറയ്ക്കും എൻ്റെ അടുത്ത് വരുമ്പോൾ. ദാണ്ട് ഇന്ന് സുന്ദരമായിട്ട് എനിക്ക് സൗണ്ട് തരുന്ന ചെറുപ്പക്കാരനാ. ചിലര് പറയുന്ന ലോകത്തിലെല്ലാം ടേസ്റ്റ് ചെയ്യണമെന്നാ. എന്നാ, എല്ലാം ടേസ്റ്റ് ചെയ്യണം. കഞ്ചാവ് ടേസ്റ്റ് ചെയ്യണം, ബ്രൗൺ ഷുഗർ ടേസ്റ്റ് ചെയ്യണം, പട്ടച്ചാരായം ടേസ്റ്റ് ചെയ്യണം. കുരുടാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോ? കുരുടാൻ ടേസ്റ്റ് ചെയ്യുന്ന ഒരു പ്രത്യേക ഓർത്തോണം. ഒന്നേ ടേസ്റ്റ് ചെയ്യത്തുള്ളൂ, പിന്നെ ചെയ്യത്തില്ല. അതെന്നാ, തട്ടിപ്പോവും. അതാ, മനസ്സിലായില്ലേ? മദ്യക്കുപ്പിയിൽ എഴുതി വെച്ചിട്ടുണ്ട് മദ്യപാനം. ഇത് വായിച്ചോണ്ട് കുടിക്കും. മനസ്സിലായില്ലേ? ഇത് വായിച്ചോണ്ട് കുടിക്കും മദ്യപാനം. ആരോഗ്യത്തിന്. കഴിഞ്ഞ ദിവസം ഒരു ക്യൂ നിൽക്കുകയാണ്. അപ്പൻ ഫ്രണ്ടിൽ ഇങ്ങനെ ഹെൽമെറ്റും ഒക്കെ വെച്ചിരിക്കുക. അപ്പൊ തൊട്ട് മുമ്പിൽ വേറൊരുത്തൻ തോർത്തിട്ട് നിൽക്കുന്നു. ഷെയർ ഇടാൻ വേണ്ടി പുള്ളി തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് രണ്ടോട് ഷെയർ ഇടാം. നോക്കിയപ്പോ ആരാന്നറിയോ? മോനാ. അപ്പ ഹെൽമെറ്റ് വെച്ചോണ്ട് നിൽക്കുമ്പോ ഓർത്തോണം, മോൻ തോർത്തിട്ട് നിപ്പുണ്ട്, മറന്നു പോകല്ല. അപ്പന്റെ കുറ്റി വീടിയാ മോൻ വലിക്കുന്ന. കൃപയാൽ ഇന്ന് വരെ വീടി വലിച്ചിട്ടില്ല, സിഗരറ്റ് വലിച്ചിട്ടില്ല, ഒരു ലഹരി ഉപയോഗിച്ചിട്ടില്ല, മരിക്കുന്നന്ന് വരെ ഒന്നും ഉപയോഗിക്കത്തുമില്ല. എൻ്റെ പിള്ളേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മക്കളെ ഒന്നും ഉപയോഗിക്കരുത്. നിങ്ങളെന്നെ കണ്ടോ? കമ്പനി അടിച്ച പെയിന്റായത്. ഇത് ബ്യൂട്ടി പാർലർ പെയിന്റ് അല്ല, കമ്പനി അടിച്ച പെയിന്റാ. ലിപ്സ്റ്റിക്കോ ഇട്ടിട്ടില്ല, ഇടത്തുമില്ല. ഇല്ല, ഇത് കമ്പനി അടിച്ച പെയിന്റാ. ചെല്ല കഴിഞ്ഞ ദിവസം തൊട്ട് ബ്യൂട്ടി പാർലറായിരുന്നു. ഒരു സ്വോത്രം പറഞ്ഞു. ബ്യൂട്ടി പാർലറായിരുന്നു. ബ്യൂട്ടി പാർലറിൽ പോകുന്നതിന് ഞാൻ എതിരല്ല കേട്ടോ. പോകുന്നവര് പൊക്കോണം. നല്ല സ്പ്രേ ഒക്കെ ചാവുമ്പോഴല്ല സ്പ്രേ അടിക്കണ്ടേ. ചിലര് എവിടെ പോയാലും നല്ല ഡ്രസ്സൊക്കെ, നിങ്ങളൊക്കെ അടിപൊളിയായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. സുന്ദരരാ, എന്നെ നോക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഭാര്യ ഭർത്താവിനോട് പറയണം സുന്ദരിയാടിയെന്ന്. അപ്പൊ മതിലായിരുന്നു ഒരുത്തൻ സുന്ദരിയാന്ന് പറഞ്ഞാൽ നോക്കിയല്ല. അതുകൊണ്ട് പിച്ചൻ പറഞ്ഞോണം. വേണ്ടുന്നില്ല. മുടിയുള്ള നമുക്ക് ഈ ശരിക്കും ഇവിടെ 2 കിഴുത്ത പോരായിരുന്നോ കേക്കാൻ മതിയായിരുന്നു. പിന്നെന്തിനായി കൊട? പ്രായമാകുമ്പം കണ്ണാടി വെക്കുമ്പം ഉറക്കാനാ, അല്ലെ ആണി അടിച്ചു വെക്കേണ്ടി വന്നേനെ. സത്യല്ലയോ? എല്ലാ ഫാക്ടറിയുടെയും പുഴക്കൊടല് മേപ്പോട്ടാണ്. സത്യല്ലേ? നമ്മുടെയോ കീപ്പോട്ട്. അതെന്നാ? ഇത് മേപ്പോട്ടാണെങ്കിൽ മഴ പെയ്യുമ്പം ഇതിന്റെ മണ്ടയ്ക്ക് തുണി കെട്ടേണ്ടി വരും. മനസ്സിലായില്ലേ? എന്നാ സിസ്റ്റം അല്ലേ? ഇതുപോലത്തെ ഒരു സാധനം പണിയാൻ ഇന്ന് വരെ ശാസ്ത്രത്തിന് പറ്റിയിട്ടില്ല, പറ്റത്തുമില്ല. റോബോട്ട് പണിതിട്ടുണ്ട്. പക്ഷെ ഇതുപോലത്തെ ഒരു സൂത്രം നിങ്ങൾക്കറിയോ? ഇതുപോലത്തെ ഇടിക്കുന്ന ഹാർട്ടും കൈമുഷ്ടിയുടെ വലിപ്പമുള്ളൊരു ഹാർട്ടും ഇതുപോലത്തെ പമ്പിങ് സിസ്റ്റവും
ഒക്കെ നിർമ്മിച്ച ഒരു ദൈവമുണ്ട്. ഒരു കാര്യം കൂടെ ഞാൻ പറയുക, നിങ്ങളുടെ ശരീരം രോഗം വഹിക്കേണ്ട ശരീരം അല്ല, യേശുവിന്റെ സൗഖ്യം വ്യാപരിക്കേണ്ട ശരീരമാണ്. നിങ്ങൾ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ക്യാൻസറും കൊണ്ട് നടക്കേണ്ട ശരീരമല്ല, യേശുവിന്റെ രക്തത്താൽ സൗഖ്യത്തോടെ യാത്ര ചെയ്യേണ്ടവരാണ്. കരമൊന്ന് ഉയർത്തിയൊരു ആമീൻ പറ. ഞങ്ങള് മിനിങ്ങാന്ന് ഒരു വീട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പോയി. ഒരു സുന്ദരനായ അപ്പച്ചനും അമ്മച്ചിയും അവിടെ വന്നിട്ടോ. അവര് TPM കാരാ. അവർക്ക് ഞങ്ങളുടെ പ്രാർത്ഥനയോടൊന്നും അത്ര അങ്ങോട്ട് താല്പര്യമില്ല. അപ്പച്ചൻ പകുതിയായപ്പോ എൻ്റെ കയ്യിലോട്ട് പിടിച്ച് പറഞ്ഞു, അച്ഛാ ഇനി എന്തിലൊന്നുണ്ട് പറഞ്ഞ്. അപ്പച്ചന് ഒത്തിരി പ്രായമുള്ള. അതെന്നാന്നറിയോ, ഞാൻ അപ്പച്ചനോട് ദൂത് പറഞ്ഞു. അപ്പച്ചൻ്റെ മൂത്ത മകൻ ഒരു ഹൈന്ദവ പെൺകുട്ടിയുമായിട്ട് ഒളിച്ചോടിപ്പോയതാ. ഞാനിത് പറഞ്ഞു തുടങ്ങുമ്പോൾ അപ്പച്ചൻ കരയാൻ തുടങ്ങി. എന്നോട് ചോദിച്ചു, ആരും പറഞ്ഞ എന്നെ ആദ്യമായിട്ട് കാണുവന്നല്ലോ, ആരാ ഇത് പറഞ്ഞേ? ഞാൻ പറഞ്ഞു, യേശുവാ പറഞ്ഞേ. അടുത്ത ദിവസം അപ്പച്ചൻ പറഞ്ഞു, ഞങ്ങൾ യോഗത്തിന് വരുന്നുണ്ട്, ഞാനിതൊക്കെ ആദ്യമായിട്ട് കാണുക. നിങ്ങളെ കാണുമ്പോഴും എനിക്ക് പറയാൻ അറിയാം, പക്ഷെ നമ്മുടെ സമയം ഇതല്ല. അല്ലേ ഞാൻ പറഞ്ഞേനെ, വാക്യം കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ തുടങ്ങുക. ഒന്ന്, ഈ ശരീരമാകുന്ന വീട്. 2, മറന്നുപോയോ? രണ്ടാമത്തെ വീട് ഈ വീട്. ഈ വീടിന് വേണ്ടി ഒരു വാക്യം അങ്ങോട്ട് വായിക്കുക. 127 സങ്കീർത്തനത്തിന്റെ 1 വാക്യം, 128:1. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. വായിച്ചു. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ. ഞാൻ ഈ കുടുംബത്തോട് ആശംസ പോലെ പറയുക, കൈകളുടെ അധ്വാന ഫലം നിങ്ങൾ തിന്നും. പലിശക്കാര് കൊണ്ടുപോകത്തില്ല, പലിശയ്ക്ക് പണം വാങ്ങത്തില്ല. നിങ്ങളുടെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. അടുത്ത വാക്ക്, നിന്റെ ഭാര്യ. നിങ്ങൾ കേട്ടോണം, ഒത്തിരി അമ്മമാര് ഇരിപ്പുണ്ട്. വീട്ടിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകൾ അമ്മമാരാണ്. നിന്റെ ഭാര്യ നിന്റെ വീട്ടിൽ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. സന്ധ്യയ്ക്ക് വീട്ടിൽ ഒലിവ് തൈകളെല്ലാം കൂടെ കൂടിയൊരു പ്രാർത്ഥന ഉണ്ടോ? ഇല്ലെങ്കിൽ തുടങ്ങിക്കോണം. ഒലിവ് തൈകളെല്ലാം വീട്ടിൽ വരണം. മക്കളെ പ്രാർത്ഥിക്കണം. ഇന്നലെ എനിക്കൊരാളൊരു പോസ്റ്റർ അയച്ചു, എനിക്ക് തോന്നുന്നു സിജോയാന്ന് തോന്നുന്നു. ഒരു പോസ്റ്റർ അയച്ചു, ഒരു പെൺകുട്ടി കുടിച്ച് ഓടെ കിടക്കുന്നു. ആൾക്കാർ, നിങ്ങൾക്കൊരു പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആൾക്കാർ അവളെ എളിക്കുന്നു. അതിന്റെ താഴെ എഴുതിയിരിക്കുന്ന ക്യാപ്ഷൻ ഇങ്ങനെയാണ്: പണ്ടൊക്കെ ആൺകുട്ടികൾ വിവാഹം ആലോചിച്ചുകൊണ്ട് വരുമ്പോൾ ആൺകുട്ടികൾ മദ്യപിക്കുമോ എന്ന് ചോദിക്കണം. ഇന്ന് പെൺകുട്ടികളും മദ്യപിക്കും. നിങ്ങൾക്കറിയാമോ അമ്മമാരെ, നിങ്ങൾക്കറിയാമോ പിതാക്കന്മാരെ, പെൺകുട്ടികളും മദ്യപിക്കും. എന്ത് പറ്റി? കൃത്യമായ ഒരു പ്രാർത്ഥനയില്ലാത്ത, അടിസ്ഥാനം ഇല്ലാത്ത ഒരു കുടുംബം. ഇത് മാറണ്ടേ? ഇല്ല, ഒരു കുഴപ്പമുണ്ട് കേട്ടോ. നിങ്ങൾ പിടിച്ചാൽ ഇതൊന്നും കിട്ടുകയില്ല. 2022 ഡിസംബർ മാസത്തിൽ ആത്മഹത്യ ചെയ്യാൻ വന്നൊരു ചെറുപ്പക്കാരനുണ്ട് ഞങ്ങളുടെ കൂടെ. എഴുന്നേറ്റ് നിൽക്കണം. അവൻ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫായിരുന്നു. ഈ ചെറുപ്പക്കാരൻ 2022 എത്രാമത്തെ വയസ്സിൽ വെള്ളവടി തുടങ്ങിയതാ? 15ാമത്തെ വയസ്സിൽ വെള്ളവടി ആരംഭിച്ചതാ. മർത്തോമേലെ അച്ഛനാകാൻ സമർപ്പിച്ചതാണ് അമ്മ. വീട് വിറ്റ് കുടിച്ചു, എല്ലാം വിറ്റ് കുടിച്ചു. അവസാനം ആത്മഹത്യ ചെയ്യാൻ പോകുന്ന പോക്കിൽ നമ്മുടെ ആരാധനയിൽ വന്നിരുന്നു. ഒട്ടും തെറ്റാത്ത പരിശുദ്ധാത്മാവ് അവനെ വിളിച്ചു ദൂത് പറഞ്ഞു. അന്ന് എൻ്റെ കൂടെ കൂടിയതാ. 1 വർഷം കഴിഞ്ഞു എൻ്റെ കൂടെ കൂടിയിട്ട്. ദൈവം അവനെ അത്ഭുതമാക്കി മാറ്റി. മക്കളെ ഇരിക്കടാ, ദൈവം നിന്നെ. ഇതുപോലെ ഒത്തിരി പേരുണ്ട്. ചിലർക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു തമാശ, കുടി നിർത്തിയെന്ന്. നിങ്ങൾക്ക് കേൾക്കണ്ട സ്നേഹിതരെ, എത്ര വീട്ടിലാണ് ഞങ്ങൾ പോകുന്നതെന്നറിയാവോ? സമാധാനം ഇല്ലാത്ത, സ്വസ്ഥതയില്ലാത്ത അമ്മയും മക്കളും എല്ലാം കൂടെ. നിങ്ങളുടെ വീട്ടിൽ അടിയൊന്നുമില്ല, എനിക്ക് സന്തോഷമാണ്. നിങ്ങളുടെ വീട് ഫലപ്രദമായ അമ്മ, ഫലപ്രദമായ മുന്തിരിവള്ളി. മക്കള് മേശയ്ക്ക് ചുറ്റും, പോലീസ് സ്റ്റേഷന്റെ ചുറ്റുമല്ല, മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കും. അപ്പനാര്? യഹോവ ഭക്തൻ. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടും. ഞാനേ ഒരു വീട്ടിൽ പ്രശ്നം എന്ന് ചോദിച്ചാൽ, അവരുടെ വീട്ടിൽ എത്ര ഇഞ്ച് TV വാങ്ങിക്കും എന്നുള്ള പ്രശ്നം. അപ്പൊ ഞാൻ അവിടെ ചെന്നു. അന്നേരം ഒരാൾ പറഞ്ഞു 28 ഇഞ്ച് മതി. അപ്പൊ അപ്പൻ ഇച്ചിരി പിശക്കനാ, പുള്ളി പറഞ്ഞു 18 മതി. ചെറുക്കൻ പറഞ്ഞു പോരാ, 42 വേണം. അപ്പൊ അടിയോടടിയാ, പ്രശ്നം പരിഹരിക്കുക. അപ്പൊ ഞാൻ അവിടെ ചെന്നു, ഞാൻ കാര്യമൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ TV വാങ്ങിച്ചോ? ഇല്ല,
TV വാങ്ങിക്കുന്നതിന് മുമ്പുള്ള അടിയാ, മനസ്സിലല്ലേ? TV വാങ്ങിക്കുന്നതിന് മുമ്പ് അടിയാണെങ്കിൽ TV വാങ്ങിച്ചു കഴിയുമ്പോൾ എന്നാ അടിയായിരിക്കും ആലോചിച്ച്. വീട്ടിൽ ഒരഭിപ്രായമായിരിക്കണം, പിള്ളേർക്ക് അഭിപ്രായം പറയാൻ അവസരം കൊടുക്കണം. വീട്ടിൽ സോഷ്യൽ ഡ്രിങ്കിങ് പാടില്ല, മദ്യപിക്കരുത്, ലഹരി ഉപയോഗിക്കരുത്, ഒരു ലഹരി പദാർത്ഥം ഉപയോഗിക്കാൻ പാടില്ല. ഇത്രയും തൻ്റെ ഇടത്തോടെ പറയാൻ പറ്റുന്ന വേറൊരാളും ഇല്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, 4 വീടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ വീട് ശരീരമാകുന്ന വീട്, രണ്ടാമത്തെ വീട് കല്ലും ഇഷ്ടികയും സിമെന്റും പുട്ടിയും പോളിഷും ഒക്കെ ചെയ്ത ഈ വീട്, മൂന്നാമത്തെ വീട് സഭ എന്ന വീട്, നാലാമത്തെ വീട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ ഒരു വീട്. ഒരു ചോദ്യം ചോദിച്ച് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കാൻ തുടങ്ങുക. ഞാൻ നേരത്തെ നിർത്താമെന്ന് നിങ്ങളോട് പറഞ്ഞതാണ്. ഒരു വാക്ക് ചോദിക്കുന്നു. ഈ ഇരിക്കുന്ന ഇരിപ്പിടത്തിലിരുന്ന് ആർക്കെങ്കിലും ആ സ്വർഗീയ വീടില്ലെങ്കിൽ ഇന്ന് രാവിലെ ഇവിടെ ഇരുന്ന് കർത്താവേ, ഞാൻ എൻ്റെ മനസ്സ് നിനക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്, എൻ്റെ ജീവിതം നിനക്ക് വേണ്ടി തരികയാണ്. കഴിഞ്ഞ ദിവസം സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതുന്ന ഒരു പെൺകുട്ടി എന്നെ കാണാൻ വന്നു. ഒരു സിനിമ നടി പറഞ്ഞിട്ട് എന്നെ കാണാൻ വേണ്ടി വന്നു. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നയാളാണ്. ആ പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ അവളെ കണ്ടപ്പോളോട് പറഞ്ഞു, മക്കളെ, പച്ച കുത്തിയത് തെറ്റാണ്, പച്ച കുത്തരുത് കേട്ടോ. ക്യാൻസർ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ശരീരത്തിൽ വരും, പച്ച കുത്താൻ പാടില്ല നിങ്ങളുടെ ശരീരത്ത്. ഇത് വേദന എടുത്താണ് ഇത് കുത്തുന്നത്. ഈ പ്രായമുള്ള മാതാപിതാക്കൾക്ക് ഞാനിത് പറഞ്ഞ എത്രയും മനസ്സിലാകും എന്നെനിക്ക് ബോധ്യമില്ല. 1-2 വാക്കൂടെ പറഞ്ഞ് ഈ വീടിന് വേണ്ടി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുക. പാസ്റ്ററെ, 127 സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യവും 128 1-ാമത്തെ വാക്യം കൂടെ വായിച്ച് നമ്മൾ അവസാനിപ്പിക്കാൻ തുടങ്ങുന്നു. 1 യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. 2-ാമത്തെ വാക്ക് യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. അടുത്ത വാക്ക് നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും വളരെ താമസിച്ച് കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രയും. തന്റെ പ്രിയനോ അവൻ ഉറക്കം കൊടുക്കും. 128 യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. 1-ാമത്തെ വാക്ക്, നിങ്ങളുടെ കൈകളുടെ അധ്വാന ഫലം നിങ്ങൾ തിന്നും. അത് പലിശക്കാർ കൊണ്ടുപോയില്ല, ലോകത്തിൽ ആരും അപഹരിക്കില്ല. നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. അതിന് ഒന്നാമത് വേണ്ടത് വീട്ടിൽ സന്ധ്യയാകുമ്പോൾ പ്രാർത്ഥന വേണം. അത് നന്നായി പ്രാർത്ഥിക്കണം. സിനിമ കാണാൻ പാടില്ല, സീരിയല് കാണാൻ പാടില്ല. ഈ സീരിയല് കണ്ടാലുള്ള പ്രശ്നം അറിയോ? വെള്ളിയാഴ്ച സീരിയല് കണ്ടിട്ട് ശനിയാഴ്ച രാവിലെ കർത്താവ് വന്നാൽ ബാക്കി എവിടെ പോയി കാണും? സ്വർഗത്തിൽ ടി വി ഇല്ല, എവിടെ പോയി കാണും? അതുകൊണ്ട് പാടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പത്തണ്ട ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കുക. എനിക്ക് പരിചയമുള്ളൊരു മനുഷ്യൻ അവിടെ ഇങ്ങനെ രാവിലെ പാട്ടൊക്കെ പാടി സിഗരറ്റ് വലിച്ചോണ്ടിരിക്കുക. അപ്പൊ എനിക്ക് മനസ്സിലായി, എന്നെ കണ്ട പുള്ളി സിഗരറ്റ് വിഴുങ്ങുവന്ന്. ഞാൻ അടുത്ത് വന്ന് ചോദിച്ചു, എന്നാ പറ്റി, എവിടെ പോവാ? അപ്പൊ സിഗരറ്റ് പുള്ളി പെട്ടെന്ന് ആ സൈഡിൽ കൂടെ താഴെ ഇട്ടങ്ങ് ചവിട്ടി. അപ്പൊ ഞാൻ ചോദിച്ചു, സിഗരറ്റൊക്കെ വലിക്കില്ലേ? എന്നോട് പറഞ്ഞു, പാസ്റ്റർ കണ്ടു. ഞാൻ പറഞ്ഞു, കണ്ടു പാസ്റ്റർ. ഇന്നലെ ബൈബിള് വായിച്ചപ്പം ബൈബിളിനകത്തൊരു വാക്യമുണ്ട് സിഗരറ്റ് വലിക്കാൻ. ഉണ്ടോ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല ഇന്ന് വരെ. ഞാൻ ഈ എല്ലാ വർഷവും 3 പ്രാവശ്യം ബൈബിള് കവർ ടു കവർ വായിക്കുന്ന ആളാ. ഞാൻ പറഞ്ഞു, ബൈബിളിൽ കണ്ടിട്ടില്ല. അന്നേരം എന്നോട് പറഞ്ഞു, ഉണ്ട് പാസ്റ്ററെ, വായിച്ചു കേൾപ്പിക്കുക. പുള്ളി എനിക്ക് വായിച്ചു കേൾപ്പിച്ചു. അവന്റെ വായിൽ തീയും അവന്റെ മൂക്കി പുകയുണ്ട്. എന്നാ വാക്യല്ലേ? അവന്റെ വായിൽ തീയും അവന്റെ മൂക്കി പുകയുണ്ട്. ആര് വലിച്ചെന്നാ? ദൈവം വലിച്ചെന്നാ. ആകെ പ്രശ്നമായി. അപ്പൊ ഞാൻ പറഞ്ഞു, അതല്ല, സ്വർഗത്തിൽ ഇത് കത്തിക്കാൻ തീയില്ല, നരകത്തിലാണ് കമന്ന് കിടന്ന്. ചിലര് സ്വർഗവും വിശ്വസിക്കുന്നില്ല, നരകവും വിശ്വസിക്കുന്നില്ല. ചിലരൊക്കെ പറയുന്ന ഇവിടെ എല്ലാം ഒന്ന്. അങ്ങനല്ല. നമ്മുടെ കുട്ടികളൊക്കെ നിരീശ്വരവാദികളായിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അതെന്നാ പറ്റുന്നതെന്നറിയോ? അവര് പറയുന്നേ ഇതൊക്കെ തെളിയിക്കാൻ പറ്റുന്നില്ല. ആര് പറയുന്നു? ഞാൻ കുറച്ചു നാൾ നിരീശ്വരവാദിയായിട്ട് പോയ ആളാ. ഏറ്റവും കൃത്യമായിട്ട് ഇതിന്റെ പുറകിൽ ഒരു സൃഷ്ടാവ് ഉണ്ടെന്ന് പറയാൻ പറ്റുന്ന ശാസ്ത്രമാണ് ഏറ്റവും വലിയ ശാസ്ത്രം. ഇനി അടുത്തൊരു കാര്യം കൂടെ, മനുഷ്യൻ കുരങ്ങിന്നുണ്ടായാണോ? ആണോ? നമ്മുടെ കതറിട്ടച്ചാൻ മനുഷ്യൻ കുരങ്ങിന്നുണ്ടായാന്നോ? അറിയത്തില്ല. ഏതായാലും ഞാൻ കുരങ്ങിന്നല്ല. ഇനി ചേളുടെ ഇരിപ്പ് കണ്ടാൽ തോന്നും കുരങ്ങിന്നാന്ന്. ചിരിക്കത്തുമില്ല, മിണ്ടത്തുമില്ല, പറയത്തുമില്ല, വറുകലം പോലെ ഇരിക്കുക. ചിരിക്കാത്ത പെണ്ണുമ്പിള്ളെ ഓർത്തോണം, ചിരിച്ച പെണ്ണിന്റെ കൂടെ അവൻ പോവും, മിണ്ടുന്നില്ല. അതുകൊണ്ട് വീട്ടിലൊരു ചിരിയും വർത്താനം പറച്ചിലും ഒക്കെ വേണം. ഇനി വീട്ടിലത്തെ കാര്യം, കുടുംബത്തിൽ കാര്യം പറച്ചിലുണ്ടോ? ഉണ്ടോ? എടി സൂസി, നീ സൂപ്പർ ആടി എന്ന് പറയണം.
ചിലർ അങ്ങനല്ല. അപ്പുറത്തെ മറിയ കറി വെച്ചാൽ സൂപ്പർ കറി, നിന്റെ കാര്യം പോക്ക, ഇനി അവര് വെച്ച് തരത്തില്ല. അതാണ് പ്രശ്നം. നീ കൊള്ളാവിടിന്ന് പറയണം. നിങ്ങൾക്ക് സുന്ദരായൊരു വീട് ദൈവം തന്നു, അതിമനോഹരമായ വീട്. ഇതിന്റെ പിൻപിൽ നിങ്ങളുടെ അധ്വാനമുണ്ട്. അധ്വാനിക്കാൻ ദൈവം തന്ന ആരോഗ്യമാണ്, ജോലി ചെയ്യാൻ ദൈവം തന്ന കരുത്താണ്, നിങ്ങളെ ഇരുത്തിയ പൊസിഷൻ ദൈവത്തിൻ്റെ ദാനമാണ്. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ നന്മകളും ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങുക.